നമസ്കാരം. ദേവസൈന്യ ടെയിൽസ് ബൈ സ്മൃതിയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയിലേക്കും ഏവർക്കും സ്വാഗതം. വൈക്കം മഹാദേവ ക്ഷേത്രം അധ്യായം 5. കഴിഞ്ഞ അധ്യായത്തിൽ ക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ചും ശ്രീകോവിലിൻ്റെയും നാലമ്പലത്തിൻ്റെയും നിർമ്മിതിയുടെ സവിശേഷതകളെക്കുറിച്ചുമാണ് പറഞ്ഞത്. തുടർച്ച. ബലിക്കല്ല്. ശ്രീകോവിലിന് ചുറ്റും അകത്തെ ബലിവട്ടം പണിതിട്ടുണ്ട്. അഷ്ടദിക്പാലകർ: കിഴക്ക് ഇന്ദ്രൻ, തെക്ക് കിഴക്ക് അഗ്നി, തെക്ക് യമൻ, തെക്ക് പടിഞ്ഞാറ് നിര്യതി, പടിഞ്ഞാറ് വരുണൻ, വടക്കു പടിഞ്ഞാറ് വായു, വടക്ക് കുബേരൻ, വടക്ക് കിഴക്ക് ഈശാനൻ. സപ്തമാതൃക്കൾ: തെക്കുഭാഗത്ത് ഒറ്റക്കല്ലിൽ കിഴക്ക് നിന്ന് ബ്രാഹ്മി അല്ലെങ്കിൽ ബ്രഹ്മാണി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്ന ക്രമത്തിൽ. വീരഭദ്രൻ സപ്തമാതൃക്കൾക്കൊപ്പം കിഴക്കുഭാഗത്ത്, ഗണപതി സപ്തമാതൃക്കൾക്കൊപ്പം പടിഞ്ഞാറു ഭാഗത്ത്, ശാസ്താവ് തെക്കിനും പടിഞ്ഞാറിനുമിടയിൽ, സുബ്രഹ്മണ്യൻ വടക്കു പടിഞ്ഞാറിനും വടക്കിനും ഇടയിൽ, ദുർഗാദേവി പടിഞ്ഞാറിനും വടക്കു പടിഞ്ഞാറിനുമിടയിൽ, ബ്രഹ്മാവ് വടക്ക് കിഴക്കിനും കിഴക്കിനുമിടയിൽ, അനന്തൻ തെക്കു പടിഞ്ഞാറിനും പടിഞ്ഞാറിനുമിടയിൽ, നിർമാല്യധാരി വടക്കിനും വടക്ക് കിഴക്കിനുമിടയിൽ, ശിവലിംഗ രൂപത്തിൽ ഇവിടെ ചണ്ഡികേശ്വരൻ തുടങ്ങിയവരെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകൾ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശിവേലി സമയത്ത് ഇവയിൽ ബലി തൂകുന്നു. ബലിക്കല്ലുകൾ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ വികാരഭേദങ്ങളാണെന്നാണ് വിശ്വാസം. തന്മൂലം അവയിൽ ചവിട്ടുന്നതും തൊട്ടു തലയിൽ വയ്ക്കുന്നതും നിയമവിരുദ്ധമാണ്. നാലമ്പലത്തിന്റെ വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഒരു കൂവളമരമുണ്ട്. ശിവന് ഏറ്റവും പ്രിയപ്പെട്ട വൃക്ഷമാണ് കൂവളമെന്ന് വിശ്വസിച്ചു വരുന്നു. കൂവളത്തില കൊണ്ട് ശിവന് പുഷ്പാഞ്ജലി നടത്തുന്നത് അതിവിശേഷമാണ്. ഈ കൂവളമരത്തിലെ ഇലകളാണ് ഭഗവാന് പുഷ്പാഞ്ജലിക്ക് ഉപയോഗിക്കാറുള്ളത്. 2 കൊമ്പുകളോടുകൂടിയ ഈ കൂവളമരം കാലങ്ങളായി ഇങ്ങനെ തന്നെ നിൽക്കുന്നത് ഒരു അത്ഭുതമാണ്. വടക്ക് കിഴക്കേ മൂലയിലാണ് വലിയ അടുക്കള. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ അന്നദാനത്തിനുള്ള ചേരുവകൾ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. വലിയ അടുക്കളയിലെ ചാരമാണ് ഇവിടെ പ്രസാദം. ഇവിടെ ചന്ദനപ്രസാദം ഇല്ല. ഈ ഭസ്മം അപസ്മാരം, ചൊറി, ചിരങ്ങ് തുടങ്ങിയവയ്ക്ക് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. തൊട്ടടുത്ത് മാന്യസ്ഥാനം. ഒരിക്കൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്ന പരമഭാഗവതനായ വില്വമംഗലം സ്വാമിയാർ ശ്രീലകത്ത് ഭഗവാനെ കാണാതെ തിരക്കിയപ്പോൾ ക്ഷേത്രത്തിലെ സദ്യയ്ക്ക് ബ്രാഹ്മണ വേഷത്തിൽ ഭഗവാനും പാർവതീദേവിയും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടുവത്രേ. അതിനുശേഷമാണ് ഈ സ്ഥലത്തിന് ആ പേര് വന്നത്. അടുത്തത് നമസ്കാര മണ്ഡപം. ശ്രീകോവിലിന്റെ നേരെ മുന്നിലാണ് വലിയ നമസ്കാര മണ്ഡപം. ചെമ്പുമേഞ്ഞ് ഈ മണ്ഡപത്തിന് 16 കാലുകളുണ്ട്. അവയിൽ ഓരോന്നിലും അതിമനോഹരങ്ങളായ ദാരുശില്പങ്ങൾ കാണാം. രാമായണം, മഹാഭാരതം, ഭാഗവതം തുടങ്ങിയ കൃതികളിൽ നിന്നുള്ള രംഗങ്ങളാണ് അവയിൽ ഓരോന്നിലും. മണ്ഡപത്തിന്റെ മച്ചിൽ നവഗ്രഹങ്ങളുടെ രൂപങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. ഈ മണ്ഡപത്തിലിരുന്നാണ് വിശേഷ ദിവസങ്ങളിൽ ബ്രാഹ്മണർ ശ്രീരുദ്രമന്ത്രവും ശിവസഹസ്രനാമവും ജപിക്കാറുള്ളത്. മണ്ഡപത്തിന്റെ പടിഞ്ഞാറേ അറ്റത്ത് വലിയൊരു നന്ദി പ്രതിമയുണ്ട്. നന്ദിയുടെ ചെവിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അവ നന്ദി ഭഗവാന്റെ അടുത്ത് ചെന്ന് ബോധിപ്പിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ ധാരാളം ഭക്തർ നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറയാറുണ്ട്. നാലമ്പലത്തിന് പുറത്ത് ഓരോ മൂലയിലെ തറകളിലും നന്ദി പ്രതിമകളുണ്ട്. ഇവയെല്ലാം ഓടുമേഞ്ഞ് സ്വർണം പൂശിയാണ് നിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ പഴമ. AD 300-ൽ ജീവിച്ചിരുന്ന പെരുന്തച്ചനാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. വേണാട്ട് രാജാക്കന്മാരുടെ ഭരണകാലത്ത് ക്ഷേത്ര നിർമ്മിതിയെ കുറിക്കുന്ന 800 കൊല്ലം പഴക്കമുള്ള ഒരു ശിലാലിഖിതം കണ്ടെടുത്തിട്ടുള്ളതായി ചരിത്രകാരനായ ശ്രീധരമേനോൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രം ഇന്ന് കാണുന്ന നിലയിൽ പുനർനിർമ്മിക്കപ്പെട്ടത് AD 1539-ലാണ്. ക്ഷേത്ര ഐതിഹ്യത്തിന്റെ അടുത്ത ഭാഗം അടുത്ത പങ്ക്തിയിൽ. നന്ദി, നമസ്കാരം.